എൻ്റെ കയ്യിലൊരു 10 രൂപയുണ്ട്. ഈ 10 രൂപ 100 രൂപയുടെ നോട്ടാക്കി മാറ്റണം. അത് ഈ ഏട്ടനാക്കി തരും. ഏട്ടാ, എനിക്കിതൊരു 100 രൂപയുടെ നോട്ടാക്കി തരണം. ആ 10 രൂപ നിവർത്തിയിട്ട് എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുത്തത് 10 രൂപ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. ഓക്കെ ഓക്കെ, ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 2 and 3 സ്നാപ്പ് ചെയ്തിട്ട് അവിടെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു കളർ ചേഞ്ച് ഫീൽ ചെയ്യും. ഒരു കളർ ചേഞ്ച് ഫീൽ ചെയ്യുമ്പോൾ ബാക്കി ഭാഗം കൂടി ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു പെർഫെക്റ്റ് 100 ഉണ്ട്. ഓക്കെ, ദിസ് ഇസ് ഫോർ യു. താങ്ക് യു. ഓക്കെ, ഇതാണ് നമ്മുടെ മാന്ത്രികൻ വിനേഷ് ജി അറത്തിൽ. ചേട്ടാ, എപ്പോഴാണ് ഈ ഒരു ക്ലാസ് ഒക്കെ പഠിക്കുന്നത്? എങ്ങനെയാണ്? ഞാനൊരു 22 വർഷമായിട്ട് മാജിക് ഫീൽഡിലുണ്ട്. ഷോസ് ഒക്കെ ചെയ്യാറുണ്ടോ? 22 വർഷമായിട്ട് ഷോ ചെയ്യുന്നുണ്ട്. മാജിക്, മെൻ്റലിസം, ക്ലോസപ്പ് മാജിക്, അങ്ങനെ എല്ലാ രീതിയിലുള്ള മാജിക് ഷോകൾ 22 വർഷമായിട്ട് ചെയ്യുന്നു. പലർക്കുള്ള ഒരു ധാരണയാണ് മെൻ്റലിസം വേറെ മാജിക് വേറെ. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? മാജിക്കിലെ തന്നെ മറ്റൊരു വിഭാഗം, അല്ലെങ്കിൽ മാജിക്ക് പോലെ ഉള്ള മറ്റൊരു വിഭാഗം, നമ്മൾ ചാക്യാർ കൂത്തും ഓട്ടൻതുള്ളലും ഇല്ലേ, ആ വ്യത്യാസം മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മാജിക്കും മെൻ്റലിസം തമ്മിൽ. രണ്ടിനും ബേസ് ട്രിക്കാണ്. പ്രസൻറ്റേഷൻ, അവതരണത്തിൻ്റെ രീതികൾക്കനുസരിച്ചുള്ള പേരുമാറ്റം. ഒന്ന് മാജിക്കാണ്, മറ്റൊന്ന് മെൻ്റലിസമാണ്. ഓക്കെ, മെൻ്റലിസത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്കൊന്ന് ആൾക്കാരെ കാണിച്ചു കൊടുക്കാം ഒരു മെൻ്റലിസം. റെഡി, നിങ്ങളുടെ മൈൻഡ് റീഡ് ചെയ്ത് തുടങ്ങാം അല്ലേ? ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ ഒരു മൈൻഡ് റീഡിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം ക്രഷിൻ്റെ പേരായിരുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ആകുമ്പോൾ അവരുടെ ക്രഷിൻ്റെ അല്ലെങ്കിൽ ലവറുടെ പേരറിയാനായിരിക്കും എല്ലാവർക്കും താല്പര്യം. അപ്പോൾ ഞാൻ ആരുടെ പേര് റിവീൽ ചെയ്യണം? ക്രഷിൻ്റെ പേര്. ലവറിൻ്റെ പേര് ഇപ്പോൾ പറയുന്നില്ല. ഇല്ല. ശരി, ക്രഷ് സെലിബ്രിറ്റി ക്രഷാണോ? അല്ല അല്ല അല്ല. ശരി, അദ്ദേഹത്തെക്കുറിച്ചൊന്ന് മനസ്സിൽ വിചാരിക്കും. ആദ്യമായിട്ട് കണ്ടത്, പരിചയപ്പെട്ടത്, പരിചയമുണ്ടോ? പരിചയമുള്ള ആളാണ്. എന്നോട് ഇതിനു മുമ്പ് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. ശരി, കോണ്ടാക്ട് ഉണ്ടോ? നമ്മൾ സംസാരിക്കുന്ന ആളാണോ? സ്ഥിരമായിട്ട് കാണുന്ന ആളാണോ? സ്ഥിരമായിട്ട് കാണാറില്ല. കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? പലപ്പോഴും കോണ്ടാക്ട് ചെയ്യാം. അദ്ദേഹത്തിന് അറിയോ കൃഷിയുള്ള കാര്യം? ഇല്ല. ശരി, ജസ്റ്റ് എൻ്റെ കൈ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഇൻസ്റ്റാഗ്രാമാണ്, ഇത് വാട്സപ്പാണ്, ഇത് ഫേസ്ബുക്കാണ്. ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇതിൽ ഏതെങ്കിലും ഒന്ന് ടച്ച് ചെയ്യാം വലത് ചുവട് ഉപയോഗിച്ചിട്ട്. ഏത് വഴിയാണ് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക എന്നറിയാൻ വേണ്ടിയിട്ട്. ഇൻസ്റ്റാഗ്രാം വഴിയാണ് പലപ്പോഴും കോൺടാക്ട് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, ഓക്കെ. ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം എടുക്കുന്നതായിട്ട് അഞ്ജലി അല്ലേ? അഞ്ജലിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതായിട്ടൊന്ന് മനസ്സിൽ സങ്കല്പിക്കാം. ദെൻ അദ്ദേഹത്തെ സെർച്ച് ചെയ്യണ്ടേ പേര്. ഫസ്റ്റ് ലെറ്റർ മാത്രം ഒന്ന് സെർച്ചിങ് ബാറിൽ ഫസ്റ്റ് ലെറ്റർ മാത്രം ഒന്ന് ടൈപ്പ് ചെയ്യും. മനസ്സുകൊണ്ട്, ചുണ്ടാനക്കരുത്, എന്നോട് പറയരുത്. മനസ്സുകൊണ്ട് ഫസ്റ്റ് ലെറ്റർ മാത്രം ഒന്ന്. ശരി, റൈറ്റ്. എൻ്റെ കണ്ണുകളിലേക്ക് നോക്കാം. ഓക്കെ, ബാക്കി വലിയ പേരാണോ ചെറിയ പേരാണോ? ചെറുതാണ്. ഓക്കെ, ബാക്കി ലെറ്റേഴ്സ് കൂടി ഒന്ന് ടൈപ്പ് ചെയ്യാം. മനസ്സുകൊണ്ട് ടൈപ്പ് ചെയ്യാം. ചുണ്ടാനക്കരുത്, എനിക്ക് യാതൊരു ക്ലൂവും തരരുത്. ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് മാത്രമാണ് വരുമോ? അല്ല. എ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് മാത്രമല്ല, ആ തുടങ്ങുന്ന ഒരുപാട് ലെറ്റേഴ്സ് അതിലുണ്ട്. പക്ഷേ ഫസ്റ്റ് ലെറ്റർ എ തന്നെയാണ്. ഓക്കെ, എയിൽ തുടങ്ങുന്ന ഒരു നെയിമാണുള്ളത്. വലിയ പേരല്ല എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിളിക്കാൻ കുറച്ച് എളുപ്പത്തിലുള്ള അല്ലേ, നീട്ടി വിളിക്കാനാണ്. പക്ഷേ ഷോർട്ട് നെയിമാണ്. പക്ഷെ വിളിക്കാൻ വളരെ കൗതുകമുള്ളതുപോലുള്ള ഒരു പേരാണോ? പഴയ പേരാണോ പുതിയ പേരാണോ എന്നൊക്കെ ഞാൻ ചോദിച്ച സമയം കളയുന്നില്ല. അശ്വിൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അശ്വിൻ. എങ്ങനെയാണ് ഈ ഒരു ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാ? ഇത് മാജിക് പോലെ തന്നെ നമ്മളിതിൻ്റെ സീക്രട്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് എന്താ പറയുക, കുറച്ച് സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുവഴി തന്നെയാണ്. അല്ലാതെ ഒരാൾക്കും മറ്റുള്ളവരുടെ മനസ്സ് നേരിട്ട് വായിക്കാനുള്ള യാതൊരു സാധ്യതകളും ഇന്ന് വരെ ഈ ലോകത്തിലില്ല. ഇതിന് പുരസ്കാരങ്ങളോ അങ്ങനെ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ലഭിച്ചിട്ടുണ്ട്. ഞാൻ കേരള സംഗീത നാടക അക്കാദമിയുടെ അടക്കം 3 സംസ്ഥാന പുരസ്കാരങ്ങൾ സ്റ്റേജ് മാജിക്കിൽ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ക്ലോസ് ഓഫ് മാജിക് എന്ന് പറയും, നമ്മളിപ്പോൾ കണ്ടതുപോലുള്ള സമീപ ജാലവിദ്യകൾ, അത്തരം വിഭാഗത്തിൽ കുറച്ചധികം സംസ്ഥാന പുരസ്കാരങ്ങളുണ്ട്. 2 നാഷണൽ അവാർഡുണ്ട്, ഒരു ഇൻ്റർനാഷണൽ അവാർഡ് കൂടി ക്ലോസ് ഓഫ് മാജിക്കിനുണ്ട്.
ഓക്കെ, എന്തായാലും എൻ്റെ ക്രഷിനെ അടക്കം കണ്ടുപിടിച്ച ഒരു മാന്ത്രികനാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്.